മൂഴിയാർ ഡാമിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഷട്ടറുകൾ തുറന്നേക്കും. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. പമ്പയാറിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയരുന്നു. റാന്നി ആറന്മുള നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഒന്നാമത് മലയോര മേഖലയിലെ വൃഷ്ടിപ്രദേശത്തും പമ്പയിലും സന്നിധാനത്തുമൊക്കെ നല്ല മഴയുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ആ മഴയുടെ പെയ്ത്തുവെള്ളം റാന്നിയിലെത്താൻ സമയമായിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എത്തിത്തുടങ്ങിയ നാറാണം, മൂഴി, വടശ്ശേരിക്കര, പെരുന്നാട് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ഞങ്ങൾ പോയപ്പോൾ കണ്ട വെള്ളത്തിൻ്റെ 6 അടി 2 മീറ്റർ ഉയരത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അപ്പം ഇവിടേക്ക് ടൗണിലേക്കും മറ്റും വെള്ളം വരാൻ, റാന്നി പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. ആ പ്രദേശങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലുള്ള അത്ര ഇൻറ്റൻസിറ്റിയിൽ വെള്ളം വരുന്നില്ല എന്ന ആശ്വാസം മാത്രമാണുള്ളത്. മൂഴിയാർ ഡാം 192 അടി ഉയർന്നാൽ അത് ഡാം തുറന്നു വിടണം. ഇപ്പം 190 ആയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും തുറന്നു വിടാൻ ജില്ലാ കളക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 192 വന്നാൽ മൂഴിയാർ ഡാം തുറക്കും. ചെറിയ ഡാമാണ്, അവിടെ നിന്ന് വരുന്ന വെള്ളം കൂടി നമുക്ക് താങ്ങേണ്ടി വരും. പക്ഷേ അത് വലിയ ആഘാതമല്ല. ആ വെള്ളം ചെറിയ ഡാം ആയതുകൊണ്ട് അത്ര വലിയ ആഘാതം ഉണ്ടാകില്ല. എന്നാൽ കക്കി ഉൾപ്പെടെയുള്ള വലിയ ഡാമുകൾ തുറക്കും എന്നൊരു റൂമർ പരക്കുന്നുണ്ട്. അതൊന്നും വിശ്വസനീയമല്ല, അടിസ്ഥാനരഹിതമാണ്. അത്തരം വലിയ ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിതിൻ തോമസ് അവിടെ ഒന്നും വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്നലെ രാത്രിയൊക്കെ ഈ അലേർട്ട് മെസ്സേജുകൾ ഫോണിലേക്ക് വന്നിരുന്നു എന്ന് വിവിധ പ്രേക്ഷകർ പറയുന്നുണ്ട്. അത്തരത്തിൽ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിലുള്ളത്? MLA പറഞ്ഞതിൽ കൂടാതെയുള്ള വിവരങ്ങൾ എന്താണ്? നിലവിൽ സ്ഥിതി എന്താണ്? തീർച്ചയായിട്ടും മോത്തി, ഇന്നലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ മൂഴിയാർ ഡാമിൽ ഉൾപ്പെടെ ജലം നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശവാസികൾക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് പമ്പയാറിന്റെ നിലവിലെ അവസ്ഥയൊന്ന് കാണാം. ഞാൻ നിൽക്കുന്നത് റാന്നി മേൽപ്പാലത്തിലാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ മേൽപ്പാലത്തിലാണ്. അവിടെ നിന്ന് നമ്മൾ പമ്പയാറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുത്തിയൊലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും മാത്രം ശക്തിക്ക് വനപ്രദേശങ്ങളിലും അതുപോലെ തന്നെ റാന്നിയുടെ വിവിധ പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ റാന്നി നഗരത്തിൽ നിൽക്കുമ്പോഴും മഴ ശക്തിയായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം, പക്ഷേ ഇപ്പം MLAയോടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പെട്ടെന്നായിരുന്നു. അതായത് ഈ സമയമായപ്പോഴേക്കും, ഇതിനു മുമ്പ് തന്നെ, അതായത് 6 മണി സമയമായപ്പോഴേക്കും റാന്നി നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് താഴേക്ക് മുഴുവനും വെള്ളം നിറഞ്ഞ് വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്രയും ഒരു തീവ്രതയോട് കൂടിയിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും തീരദേശത്തുള്ളവർക്കും എല്ലാം തന്നെ വലിയ തോതിൽ അലേർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അത് എത്രയും വരുമെന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒന്നും കയറുന്നതല്ല. ഞാൻ കാണാൻ വന്നേ ഉള്ളൂ. അപകടം ഉണ്ടാവും, എന്നാലും ഒന്ന് കാണാമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയതാ. ശരി. ഈ എന്താണ് നിലവിൽ ഇവിടുത്തെ ഒരു അവസ്ഥ? എങ്ങനെ ഇവിടുത്തെ അവസ്ഥ? ഇന്നലെ നല്ല റോഡ് കംപ്ലീറ്റ് നിറഞ്ഞ വെള്ളമായിരുന്നു. ഈ കാണുന്ന പ്രദേശമൊക്കെ വെള്ളമായിരുന്നു. ഇന്ന് രാത്രി വെള്ളം ഇറങ്ങി. പക്ഷെ ഇന്നിപ്പോൾ ഡാം തുറന്നു വിട്ടതിൽ ആശങ്കയുണ്ട്, വെള്ളം കയറുമോ എന്നുള്ളത്. ഇപ്പം തുറന്നു വിട്ടു. ഒരു 2 ഇഞ്ച് തുറന്നിട്ടുണ്ട്. അതിപ്പോൾ കുറെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. തുടരൂ, ഞാൻ തിരികെ